ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? കള്ളവോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തിയ ഗുണ്ടാ സംഘത്തെ തുരത്തുന്നതിനിടയിൽ അതിലൊരാൾ തള്ളി നിലത്തിടുന്ന മണിസാർ. അയാളുടെ വീഴ്ചയിൽ പിന്നെ മുന്നിലുള്ളത് ആരെന്നോ എന്തെന്നോ രണ്ടാമതൊരു ചിന്തയ്ക്ക് അവസരം നൽകാതെ കയ്യിലുള്ള ഗൺ ലോഡ് ചെയ്യുന്ന, വെടിപൊട്ടുന്നത് സിനിമയിൽ മാത്രം കണ്ടു പരിചയമുള്ള അയാളുടെ സബോർഡിനേറ്റ്സ്. തലയിലെ തൊപ്പി തിരിച്ചെടുത്ത് വെച്ച് അവരിൽ ഓരോരുത്തരെയും അഭിമാനത്തോടെ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്ന മണിസാർ തോക്ക് താഴെയിടാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. തെല്ലു പുച്ഛം ചുണ്ടിൽ കരുതി അവരുടെ മണ്ണിൽ കാലുറപ്പിച്ച് അവരെ തന്നെ നോക്കി ജാവോടോ എന്ന കുഞ്ഞനൊരു ഡയലോഗ് പറയുന്നിടത്ത് അയാളുടെ ഹീറോയിസം അതിന്റെ പീക്കിൽ തട്ടി നിൽക്കുന്നു. അന്ന് വരെ കണ്ട തോക്കെടുക്കുന്ന നായകത്വത്തെ തോക്കെടുപ്പിച്ചുകൊണ്ട് തിരുത്തുകയായിരുന്നു മണിസാറും അയാളെ സസൂക്ഷ്മം മെനഞ്ഞെടുത്ത ചിത്രത്തിന്റെ കപ്പിത്താനും. ക്ഷമിക്കണം, അയാളുടെ സെറ്റിൽ അയാളുടെ പേര് കപ്പിത്താൻ എന്നല്ല, ഹെഡ് മാസ്റ്റർ എന്നാണ്. കാർക്കശ്യം അളവിൽ ഒരു അല്പം കൂടുതലുള്ള ഖാലിദ് റഹ്മാൻ. ആലമുടിയോന്റെ അരുളപ്പാടിനാലെ ആദം ഹവ്വ കണ്ട് കൂടെ കൂടിയ നാള്, ബർക്കത്തുള്ള നാള്, ബൈക്കിട്ട് രണ്ടാള്, അതിനാൽ കോർത്തിടട്ടെ നല്ല തല്ലുമാല. വരി അവസാനിക്കുന്നിടത്ത് ഇന്ത്യൻസ് ആവുന്ന മ്യൂസിക്. ലോല ലോല കൂടെ എത്തുമ്പോൾ കണ്ടിരിക്കുന്ന മനുഷ്യരിൽ പെരുകുന്ന ആവേശം സ്ക്രീനിൽ അടിയായി പൊട്ടും. പച്ചക്കുളം പള്ളിയിൽ അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിയ ഓരോ അടിയിലും പ്രേക്ഷകർക്ക് സീറ്റിൽ ഇരുപ്പുറയ്ക്കാത്ത ആവേശമാണ് തല്ലുമാല കൊണ്ട് ഖാലിദ് റഹ്മാൻ അലങ്കരിച്ചൊരുക്കിയത്. 8 പാട്ടും അത്ര തന്നെ ഫൈറ്റും. ഉണ്ടയിൽ കണ്ട സ്ലോ പേസ് അല്ല, കണ്ണെടുക്കാൻ വിടാതെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ച ഫാസ്റ്റർ ഇവന്റുകളായിരുന്നു തല്ലുമാലയുടെ ഫോർമുല. പക്ക കൊമേഴ്ഷ്യൽ തല്ലിപ്പൊളിപ്പടം. ഖാലിദ് റഹ്മാനെ അൺപ്രഡിക്റ്റബിൾ ആക്കി നിർത്തുന്ന യോണർ ഷിഫ്റ്റ് എന്ന സിനിമാറ്റിക് മാജിക്. വെറും 24-ാമത്തെ വയസ്സിലാണ് ഖാലിദ് റഹ്മാൻ തന്റെ ആദ്യ ചിത്രം സംവിധാനം ചെയ്യുന്നത്. സ്ഥിരമായി നായകനിലേക്ക് മടങ്ങിയെത്തുന്ന നായിക ടെംപ്ലേറ്റുകളിൽ നിന്നും മാറി പുതുതലമുറയുടെ അസ്തിത്വഭാരവും പ്രണയസങ്കല്പങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം കഥാതന്തുവാകുന്നിടത്താണ് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രം അയാളെ അടയാളപ്പെടുത്തിയത്. അല്ലിയാമ്പൽ കടവിൽ എന്ന പാട്ട് ഭാര്യയ്ക്ക് പാടിക്കൊടുക്കുന്ന രഘുവിലേക്കും പാട്ട് കേട്ട് ശരിക്കും യേശുദാസിനെ പോലെ ഉണ്ടെന്ന് മറുപടി നൽകുന്ന സുമയിലേക്കും റഹ്മാൻ പ്രേക്ഷകരെ കൊണ്ടുപോയി. അതിലെവിടെ കയ്യടി പൊട്ടുമെന്നും ചിരി പൊട്ടുമെന്നും ആ യുവ സംവിധായകന് നിശ്ചയം ഉണ്ടായിരുന്നു. കാരണം ഉസ്താദ് ഹോട്ടലിന്റെ വെപ്പുപുരയിലെ ആക്ഷനും കട്ടും രുചിച്ചാണ് സിനിമ എന്ന ലഹരിയിൽ അയാൾ മുഴുകി തുടങ്ങിയത്. പിന്നീട് 5 സുന്ദരികൾ, അന്നയും റസൂലും, നോർത്ത് 24 കാതം എന്നീ ചിത്രങ്ങളിൽ സഹസംവിധായകൻ. സംവിധാനം ചെയ്തത് 4 ചിത്രങ്ങൾ: അനുരാഗ കരിക്കിൻ വെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല. തോൽവി രുചി അറിഞ്ഞിട്ടില്ലാത്ത സിനിമാ ജീവിതം. ഇനിയുള്ളത് പഞ്ചുള്ള കിൻഡലിടികളുടെ ജിംഖാനയാണ്, ആലപ്പുഴ ജിംഖാന. ഈ പറഞ്ഞതൊന്നും അയാൾ ഒറ്റയ്ക്കങ്ങ് നേടുന്നതല്ല. മുൻപ് പറഞ്ഞ കാർക്കശ്യം ആയുധമാക്കി കൂടെയുള്ള ബ്രില്യൻ ടെക്നിക്കൽ ടീമിനെ കൊണ്ട് തനിക്ക് വേണ്ട വിധം ഒരുക്കിയെടുക്കുന്നതാണ്. മിനുക്കിയെടുക്കേണ്ടവരെ കൊണ്ട് മിനുക്കിയെടുപ്പിക്കുന്നതാണ്. അഭിനേതാക്കളോട് ഞാൻ പറയുന്നത് എന്നെ വിശ്വസിക്കൂ എന്നാണ്. നിങ്ങളെ എനിക്ക് വിട്ടു നൽകുക. എങ്ങനെ എന്തൊക്കെ എടുക്കണമെന്ന് ഞാൻ നോക്കിക്കൊള്ളാം, എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഖാലിദ് റഹ്മാൻ തന്റെ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന സൂക്ഷ്മതയും ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് ഉണ്ട എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിലെ നോട്ടവും പുറകെ എത്തിയ സൈലന്റ് ആയ ഒരു ചിരിയും. അവിടെ പിന്നെ മണിസാറിനൊരു വിവരണം വേണ്ട. കഥയ്ക്കൊപ്പം തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ എലമെന്റുകളെയും ത്രസിപ്പിച്ച് കടന്നു പോകുന്ന ഖാലിദ് റഹ്മാൻ ഫ്ലോ തല്ലുമാലയ്ക്ക് ശേഷം കൂടുതൽ ശ്രദ്ധ നേടി. ഒരു ഫ്ലോയിൽ സ്ക്രോളിൽ നേരം പോകും പോക്കിൽപ്പെട്ട തല്ലുമാലയ്ക്ക് ശേഷം അയാൾ മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ട ഡ്രൈവർ ചേട്ടനായാണ് എത്തുന്നത്. മഞ്ഞുമലിലെ പ്രസാദായി. ആ കൂട്ടത്തിന്റെ ആരുമല്ലാതിരുന്ന പ്രസാദ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട അടിയുടെ നീറ്റലിലും മണ്ടി ഞാൻ മുന്നോട്ടെടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തിലേക്ക് എത്തിയത് ആ കഥയുടെ സിനിമാറ്റിക് പീക്കുകളിൽ ഒന്നാണ്. എന്താണ് മച്ചാനെ ദൈവം എന്ന സുഭാഷിന്റെ ചോദ്യത്തിന് പ്രസാദ് നൽകുന്ന ഉത്തരമായിരുന്നു ആ സിനിമ. അത് മോളിൽ നിന്നൊക്കെ വരുന്ന ഒരു വെളിച്ചമല്ലേ എന്ന്. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്കൊരു 1000 കോടി കളക്ട് ചെയ്യുന്ന പടം ചെയ്യണം. നമ്മൾ ഇവിടെ കൊച്ചിയിലിരുന്ന് ടൈറ്റാനിക് ഒക്കെ കണ്ടതുപോലെ അവരവിടെ ഇരുന്ന് എന്റെ പടം കാണണം. അങ്ങനെ ഒരൊറ്റ സിനിമ ചെയ്താൽ മതി എനിക്ക്. ഖാലിദ് റഹ്മാൻ തന്റെ സ്വപ്നത്തെ വരച്ചിടുന്നത് ഒരു ഇട്ടാവട്ട കൂട്ടിലല്ല, ബൗണ്ടറികളില്ലാത്ത സിനിമയുടെ അനന്ത സാധ്യതകളുടെ ലോകത്താണ്. അതിനയാൾ തിരഞ്ഞെടുക്കുന്ന രസക്കൂട്ടും രസകരമാണ്. പത്മ തിയേറ്ററിൽ ഞാൻ തന്നെ ടിക്കറ്റ് എടുത്തു കയറി ഞാൻ തന്നെ കാണുമ്പോൾ എനിക്കത് ഇഷ്ടമാകണം. അത്രയും സ്വാർത്ഥനായ സംവിധായകനാണ് ഞാൻ. അയാളുടെ ആ സ്വാർത്ഥതയിൽ ലഹരി ഊറിയിറങ്ങുന്ന അത്ര വീര്യമേറിയ ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. കൈകളിൽ കോരിത്തെരിപ്പിന്റെ കുളിര് കൊള്ളിക്കുന്ന ആ ആവേശത്തിമർപ്പ് അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. സിനിമയെന്ന മന്ത്രം ഊതിക്കെട്ടി അയാൾ നെയ്തെടുക്കുന്ന വിഷ്വൽ മാജിക്കുകൾ മലയാള സിനിമയെ അടയാളപ്പെടുത്തി കടന്നു പോകട്ടെ.